നല്ലൊരു കളർ പാറ്റേൺ ആണ് കേട്ടോ ഇന്നത്തേനകത്ത്. എനിക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ഫോട്ടോസ് ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കൂടെ നല്ലൊരു മജന്ത പിങ്ക് ഷെയ്ഡ്, അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം സൗത്ത് കോട്ടൺസ് ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് എപ്പോഴും അങ്ങനെ അവൈലബിൾ ആവുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ് ഒന്നുമല്ല. ഇറ്റ്സ് എ റിയലി നൈസ് ഫാബ്രിക് ബേസ് ആൻഡ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിങ്. അത് സിമ്പിൾ ഡീറ്റെയിൽ ആണ്. ബയസിൽ നമുക്ക് ഇതിനകത്ത് ഒരു ഡയഗണൽ പാറ്റേൺ, ബയസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയഗണൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഫാബ്രിക്. അതിപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വി ഡിസൈൻ ഫോം ചെയ്തിട്ട് കോളേർഡ് നെക്ക് പാറ്റേണിൽ സ്ലിറ്റ് പാറ്റേൺ ആണ് വരുന്നത്. ആൻഡ് ഏകദേശം ഒരു 11 ഇഞ്ചോളം വരുന്ന ഷോർട്ടായിട്ട് വരുന്ന യോക്കാണ് കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വിത്തൗട്ട് ലൈനിങ് തന്നെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിനകത്ത് വരത്തില്ല. ഫുള്ളായിട്ട് വീവ് പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുർ കോട്ടണിൽ വരുന്ന കുർത്ത. എല്ലാം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിത് എല്ലാ ക്രൗഡിലുള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കളർ ആക്ച്വലി ഈസ് എ റിയലി ബ്യൂട്ടിഫുൾ. ആ ഒരു പിങ്ക് ആണ് അതിനകത്ത്, ആ ഒരു സ്ട്രൈപ്സ് പോലെ ആ ഒരു ഫോർമേഷൻ വരുമ്പോഴത്തേക്ക് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. ആ ഒരു ഡയറക്ഷൻ ഓഫ് ദ സ്ട്രൈപ്സ് ആക്ച്വലി മേക്സ് യു ലുക്ക് എ ലിറ്റിൽ ട്രിം ഡൗൺ. നല്ലൊരു ഷേപ്പ് കിട്ടുന്ന രീതിയിലും. ആക്ച്വലി ഐ എം ചെക്കിംഗ് ഔട്ട് മൈ സെൽഫ് ഇൻ ദ മിറർ while I'm saying this because it is actually nice. And 3/4 sleeve പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് ഇതിനകത്ത്. ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റിലുമാണ്. ഒരു കംഫർട്ട് ഫിറ്റ് ആണല്ലോ, നമുക്ക് വളരെ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിപ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓർഗൻസ പോലെയുള്ളതോ, ഇല്ലെങ്കിൽ മ്യൂഗ ചെക്ക് അങ്ങനെയുള്ള നമുക്ക് ഒരു ഹാൻഡ് ആൻഡ് ടച്ചായിട്ട് വരുന്ന ഫാബ്രിക്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒരു ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ബോട്ടം നോക്കി യു കെൻ ജസ്റ്റ് ഗോ ഫോർ ദ സെയിം സിമ്പിൾ ലെഗിങ്സ് ഓർ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ മജന്ത പിങ്ക് ഷെയ്ഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ലുക്ക് ഒക്കെ അതിൻ്റെ കൂടെ ഈസി ആയിട്ട് പെയർ ചെയ്യാം. RGA 219 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി നൈസ് ഷെയ്ഡ് ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് ഡിസൈൻ. Definitely give it a try. It's a must try for your daily wear. ഒക്കേഷണൽ വെയറിന് നമുക്കൊരു സെമി സിൽക്ക് ലുക്ക് ആൻഡ് 299 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു പ്രിൻറ്റഡ് ഡീറ്റെയിലിംഗ് ആൻഡ് അത് ഫുള്ളായിട്ട് ഹൈലൈറ്റഡ് വിത്ത് ഗോൾഡൻ ജെറി ആൻഡ് മിററിൻ്റെ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സീക്വൻസും കൂടെയാണ് ഇതിനകത്ത് നമ്മൾ കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ, കുറച്ച് ബോൾഡായിട്ട് വന്നിരിക്കുന്ന ഫ്ലോറൽസ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമുക്കൊരു ലൈറ്റ് വെയ്റ്റ് സാരിക്കകത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള ഒരു ലുക്കിലൊക്കെ ബോൾഡ് ഫ്ലോറൽസ് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഓൾറെഡി ഗിവിങ് യു ദറ്റ് വെരി ഫെമിനിൻ എനർജി ആൻഡ് നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സിലുമാണ് വന്നിരിക്കുന്നത്. സോ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് ടോണിലാണ്. ആൻഡ് ദെൻ ദിസ് ഇസ് സം സോർട്ട് ഓഫ് ഒരു ആമി ഗ്രീനും മെഹന്തിയിലും ഒക്കെ ക്ലോസർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് എ ലൈറ്റ് ബർഗൻഡി, പീകോക്ക് ഗ്രീൻ, ആൻഡ് ദെൻ വി ഹാവ് എ ബ്രൗൺ ഷെയ്ഡ്, കുറച്ച് മെറൂൺ ടിൻ്റുള്ള ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. 299 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. DVS 124 എന്ന കോഡിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒട്ടിക്കിടക്കുന്ന സാരിയല്ല, കുറച്ചൊരു ഫ്ലോയി ആയിട്ടുള്ള സാരിയാണ്. ആൻഡ് ഇതെല്ലാം പ്രിൻറ്റഡ് ഡീറ്റെയിലിനെയാണ് നമ്മളിതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മെക്കനൈസ്ഡ് ആയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ സബ്ലിമേഷൻ പ്രിൻറ്റ് വൈസ് നമുക്ക് ഈസിയാണ് ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ആൻഡ് കുറച്ച് ഫസ്റ്റ് ഫ്യൂ വേർഷൻ നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു വർക്കിനകത്ത് വരുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി ല്യൂറക്സാണ്, സെറിയുടെ ഒരു ലുക്ക് കൊടുത്തിട്ടാണ് അതിൻ്റെ അകത്ത് ആ ല്യൂറക്സാൻ പെട്ടെന്ന്. കാരണം ല്യൂറക്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഷൈൻ ഉണ്ട്. ഔട്ട്ലൈൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വളരെ ലൈറ്റായിട്ടാണ് അത് വരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് അതിന് ആവശ്യമുള്ളൊരു ഡെഫിനിഷൻ അവിടെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ല്യൂറക്സാൻസ്. സോ ഇറ്റ്സ് ഹൈ ഷൈനാണ്. നമ്മൾ യൂഷ്വലി സെറീനെക്കാട്ടിലും കുറച്ചും കൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യും ല്യൂറക്സ് ആകുമ്പോഴത്തേക്ക്. പക്ഷെ ഒരുപാടായിട്ട് നമ്മളത് അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തിക്നെസ് കൂടുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക ഗ്രാൻഡ് ലുക്ക് അവിടെ വരത്തില്ല. കുറച്ചൊരു എന്താ പറയുക ഒരു കുറച്ച് യെല്ലോ ടിൻ്റ് കൂടും, അങ്ങനെ വരും. പക്ഷേ ഇത് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ദ ലെവൽ ഇസ് പ്രിറ്റി നൈസ് ആൻഡ് ഓൾ ഓവർ ഒരു ജാൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. റോസ് ഫ്ലോറൽസിൻ്റെ ഒരു ഡിസൈനാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ലോ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി സ്കാറ്റേഡ് ഔട്ടായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് സോളിഡാണ്, റണ്ണിങ്ങിൽ തന്നെ സോളിഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസാണ്.
സോ ദാറ്റ് വാസ് ബ്ലൂ ഷെയ്ഡ്. ആൻഡ് എല്ലാത്തിനകത്തും ബേജ് ടോണിൽ തന്നെയാണ്. പിന്നെ ആ ഒരു കളറിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിൻ്റെ അകത്ത് വരും. എന്നാലും ആ ഒരു ബേജ് ടോണിൽ തന്നെയാണ് എല്ലാത്തിൻ്റെ അകത്തും നമ്മൾ ആ ഒരു കളർ പ്രിൻറ്റിൻ്റെ കളർ വന്നിരിക്കുന്നത്. ആൻഡ് ട്വിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്തേക്കുന്ന ടാസൽസ് ആണ് അതിൻ്റെ കൂടെ നമ്മളതിൻ്റെ പല്ലുവിൻ്റെ ഫിനിഷിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാ സാരിക്കകത്തും സോളിഡ് ബ്ലൗസ് തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഫ്രം പല്ലു ഇറ്റ് ബിക്കംസ് കുറച്ചും കൂടി ഗ്രഡേഷൻ പോലെ അതിങ്ങനെ അതിൻ്റെ ഒരു ഹെവിനെസ് കുറച്ച് ലെസ് സ്കാറ്റേഡ് ആയിട്ട് പോയിക്കുന്ന ഒരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ താഴെ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഉടുത്ത കുത്തുന്നിടത്ത് വി ഡോണ്ട് ഹാവ് എനി വർക്ക് ഇൻ ദി അപ്പർ പോർഷൻ, ജസ്റ്റ് സ്കാറ്റർ മാത്രമായിട്ടാണ് വരിക. ആൻഡ് ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ലുക്ക് നമുക്ക് എന്തായാലും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ദിസ് ഇസ് ദി നെക്സ്റ്റ് വൺ. നല്ലൊരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡിലാണ്, ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. And then we have a beautiful burgundy shade. ഈ ഷെയ്ഡ്സ് ഒക്കെ ഇന്ത്യൻ സ്കിന്നിന് നന്നായിട്ട് ചേരുന്ന കളേഴ്സാണ്. നമുക്ക് ഇപ്പോൾ ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴും നല്ലതാണ് കേട്ടോ. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. പിന്നെ ഇതിന് ഓൾ ഓവർ അതിൻ്റെ ഒരു ഷീൻ ഹാവ് എ സ്ലൈറ്റ് അസർ ലൈക്ക് ലുക്ക്. ആൻഡ് ബോഡിയിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ടെക്സ്ചർ അതിനകത്തൊരു വെർട്ടിക്കൽ പാറ്റേണിലും കൂടെ വരുന്നുണ്ട്. ഭയങ്കര സോളിഡ് ആവുന്നതിനെക്കാട്ടും നമുക്കൊരു ടെക്സ്ചറിൻ്റെ ഫീൽ വരുമ്പോഴത്തേക്ക് സാരി ലുക്സ് കുറച്ചുകൂടി ഗ്രാൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മച്ച് ബെറ്റർ ഫീൽ അവിടെ വരും കേട്ടോ. സോ ദിസ് ഇസ് എ ലൈറ്റ് ബർഗൻഡി ടോൺ. ആൻഡ് ദെൻ വി ഹാവ് ബ്രൗൺ. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഒരു റെഡിഷ് ടിൻറ്റ് വരുന്ന അല്ലെങ്കിൽ ഒരു മറൂണിഷ് ടിൻറ്റ് വരുന്ന ബ്രൗൺ ആണ്. എല്ലാ സാരീസിൻ്റെ അകത്തും ഒരു സെറി ബോർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഷെയ്ഡിനോടും ഇത് ആക്ച്വലി ഗോൾഡൻ സെറി ആണെന്നുണ്ടെങ്കിൽ ഓരോ ഷെയ്ഡിൻ്റെ പ്രിൻ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു ടോൺ അതിനകത്ത് വരുന്നുണ്ട്. ദിസ് ഇസ് ദി ലാസ്റ്റ് ഷെയ്ഡ്. സോ കംഫർട്ടബിൾ ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ഒരു ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ്. 299 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ചെക്ക് ഔട്ട് www.aham.store. We have provided the link with the video description. French florals. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഭയങ്കര ഫെമിനിൻ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ലുക്കാണ് എപ്പോഴും ഫ്രഞ്ച് ഫ്ലോറൽസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. സോ വി ഹാവ് എ വെരി പ്രിറ്റി കളക്ഷൻ ഇൻ സിൽക്ക് ലിനൻ ആൻഡ് 7199 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്യൂട്ടിഫുൾ ജാംദാനി പല്ലു ആൻഡ് ഇതിൻ്റെ ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് അതിൻ്റെ ഒരു ഹോൾ കോമ്പിനേഷൻ അതിനകത്ത് എങ്ങനെയാണത് ഹൗ ഇറ്റ് വർക്ക് ടുഗെദർ സോ വെൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെയിം അതിൻ്റെ ബ്ലൗസും ഒക്കെ ആയിട്ട് നമ്മളത് പെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ബി വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നമുക്കിതൊരു ഒക്കേഷണൽ വെയർ ആയിട്ട് നമുക്കൊരു ക്ലാസി ടേസ്റ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണോ. അത് ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു സാരി അല്ല, പക്ഷേ അത് ഒക്കേഷണൽ വെയറിൽ നമുക്ക് ഭയങ്കര ക്ലാസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. ആൻഡ് വി ഹാവ് ദിസ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ പെയിൽ യെല്ലോ ആൻഡ് എ ബ്ലൂ ഷെയ്ഡ്. ദെൻ വി ഹാവ് ഗ്രീൻ ആൻഡ് പിങ്ക്. എല്ലാം സോഫ്റ്റ് കളേഴ്സാണ്. ആൻഡ് ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻറ്റിൽ ചെയ്തേക്കുന്ന കളക്ഷനാണ് കേട്ടോ. ആൻഡ് ലെറ്റ്സ് ഓപ്പൺ വൺ ബൈ വൺ ആൻഡ് സി. ആ ഒരു വീവിങ് പാറ്റേൺ ഇൻ ദ പല്ലൂസ് റിയലി പ്രിറ്റി. നമുക്കൊരു ജോമെട്രിക് ലുക്കാണ് അതിനകത്ത് ആ ഒരു ജാംദാനി ഡിസൈനിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് ഒരു വെയിറ്റ് ഒന്നും അധികം ഇല്ലാത്ത സാരിയാണ് കേട്ടോ. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉടുക്കാം. ദ കളർ ഓഫ് ദ പ്രിൻറ്റ് ഇസ് ഓൾസോ വെരി ക്ലാസിക്. നമ്മളെല്ലാവരും ഫ്രഞ്ച് ഫ്ലോറൽസ് നമ്മൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഇത് ഡ്രസ്സസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർഗൻസാസ് പോലെയുള്ള ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്സ് ഇതും ഒരു ലൈറ്റ് ഫാബ്രിക്കാണ്. അത്രയും ഒരു ഫെമിനിനായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. യു ഹാവ് ടു പെയർ വിത്ത് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ജ്വല്ലറി. നമ്മൾ നല്ല ഭംഗിയുള്ള ബീഡഡ് ആയിട്ടുള്ള മാലയോ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ആക്സസറീസ് ഇസ് ഗോയിങ് ടു ബി എ മസ്റ്റ് വിത്ത് ദിസ് സാരി. അപ്പോൾ ദിസ് ഇസ് വൺ ഷെയ്ഡ്. ആൻഡ് ദെൻ ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ഒരു പിയോണി ഫ്ലോറൽസ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് പിയോണീസ് എപ്പോഴും ഒരു ഭയങ്കര ഫെമിനിനായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഫ്ലോറൽസ് ആണ്. സോ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഈസ് ഗോയിങ് ടു ബി ഇൻ ദിസ് ലെവൽ. ഇത്രയ്ക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട്. പക്ഷെ നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കാഷ്വൽ ഇടാനാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് വരത്തില്ല. Florals are extremely beautiful. So this is the pallu and this is the blouse. നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു
ടോൺ ഡാർക്കർ ആയിട്ടുള്ള ലൈനിങ് ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു പ്രിൻസിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ, അങ്ങനെയുള്ള രീതിയിൽ അതിൻ്റെ ലൈനിങ്സ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡെഫിനിഷൻ നമുക്കവിടെ കിട്ടും. ദിസ് ഇസ് ബ്ലൂ ഷെയ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ സോഫ്റ്റ് പിങ്ക്. ആ ഒരു ഷെയ്ഡിങ് ഫ്രം ദി ഇൻസൈഡ്, ഷാഡോസ്, ഭയങ്കര ഡെപ്തുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു പ്രിൻ്റൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രീനും ഒരു സോഫ്റ്റ് ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കളേഴ്സും ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. ദിസ് ഇസ് ദി ലുക്ക്. ഫ്ലോറൽസിൻ്റെയൊക്കെ പ്രിൻ്റ് ആക്ച്വലി കളേഴ്സൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഈ നമ്മൾ ബ്ലൂവിനകത്തൊരു പിങ്കിഷ് ടോൺ തോന്നുന്നു, നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ഓറഞ്ച് ടിൻ്റ് പോലെ പീച്ചി ടിൻ്റ് തോന്നുന്നതാണ് കേട്ടോ. പക്ഷെ കളേഴ്സ് ആക്ച്വലി സെയിം ആണ്. ബേസ് കളറിനകത്ത് വരുന്ന വേരിയേഷൻ വെച്ചിട്ടാണത് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ദിസ് ഇസ് ദി ബ്ലൗസ്. ഇതൊരു ഈ ഒരു ഫ്രഞ്ച് ഫ്ലോറൽസിൻ്റെയൊക്കെ തന്നെ ഒരു കുറച്ചും കൂടി ചെറുതാക്കിയ നെഗറ്റീവ് പ്രിൻറ്റഡ് ലുക്കാണ് ബ്ലൗസിന് കൊടുത്തേക്കുന്നത്. Then we have pink. ഇതാണ് ലുക്ക്. അത് പ്യോർ സിൽക്ക് ലിനൻ ആണ്. ആൻഡ് ഉടുക്കാനൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ കൊട്ടി കിടക്കുന്നൊരു ഇതല്ല. ഫാബ്രിക്കിൻ്റെ ഫോൾ ഇസ് ലിറ്റിൽ ബിറ്റ് എന്താ പറയുക, കുറച്ചൊന്ന് ഫ്ലോയി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഉടുക്കുമ്പോൾ നമുക്കത് സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യത്തില്ല. കൺവീനിയൻ്റ് ആണ് ഉടുക്കാനൊക്കെ. അതിൻ്റെ ഒരു ഫോൾ വരുന്നത് അങ്ങനെയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റ് പിങ്ക് ഷെയ്ഡ്. SMCയുടെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. SMC 131 7199 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്.